അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറബി ഭാഷ പഠിക്കണമെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ് തർക്കീബ് എന്നുള്ളത്. അത് പലർക്കും പ്രയാസമായി വിഷമമായി തോന്നാറുണ്ട്. എന്നാൽ അതിൻ്റെ എളുപ്പ വഴി എങ്ങനെയാണ് അത് എളുപ്പമായി പഠിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇതിൻ്റെ അർത്ഥം നോക്കാം. ഇത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫൻ. ഇത്തബിഅ പിന്തുടരുക, നീ പിന്തുടരുക. മില്ലത്ത മാർഗത്തെ, ഇബ്രാഹീമിൻ്റെ അലൈഹിസ്സലാം മിൻ്റെ മാർഗത്തെ നീ പിന്തുടരുക. ഹനീഫൻ ഋജുവായ നിലക്ക്, അതായത് നിഷ്കളങ്ക ഹൃദയത്തിനാൽ എന്നൊക്കെ അർത്ഥം വെക്കാം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ തർക്കീബ് നോക്കാം. ഇത്തബിഅ നീ പിന്തുടരുക അല്ലേ, അത് ഫിഅല് പ്ലസ് ഫായിൽ, നീ പിന്തുടരുക എന്നുള്ളതല്ല. ഫായിൽ എന്താ അവിടെ വരിക? അന്ത. ഇനി മില്ലത്ത എന്നുള്ളത് മുലാഫ്, ഇബ്രാഹിമ എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. മില്ലത്ത എന്ന് വന്നത് മഫ്ഊലായതുകൊണ്ടാണ് ഇബ്രാഹിമ ഗൈറു മുൻസരിഫ്. ഇനി മില്ലത്ത പ്ലസ് ഇബ്രാഹിമ എന്നുള്ളത് മഫ്ഊല് ബിഹി. മില്ലത്ത എന്ന് മാത്രം ഒരു ഫതഹ് വന്നത് മുലാഫായതുകൊണ്ടാണ്. ഇബ്രാഹിമ എന്ന ഗൈറു മുൻസരിഫിനെ ഫതഹ് കൊണ്ടാണ് ജറ്. അപ്പോൾ ഫേല്, ഫായില്, മഫ്ഊല്. ഹനീഫ എന്നുള്ളത് അധിക മുഫസ്സിരീങ്ങളും ഹാലായിട്ടാണ് പറഞ്ഞത്. ഹനീഫൻ, അപ്പോൾ ഹാല് ഹനീഫൻ എന്നാണ്. നമുക്ക് അറിയാം ഹാലിന് നസ്ബാണ്. അതിൻ്റെ ദുൽഹാല് ഇബ്രാഹിമാണ് എന്ന് പറഞ്ഞവരുണ്ട്, ഇത്തബി എന്ന് പറഞ്ഞവരുണ്ട്, മില്ലത്ത് എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഹാല് പ്ലസ് മഫ്ഊല് ബിഹി പ്ലസ് ഫായില് മുഴുവനും കൂടിയത് നമ്മളെന്താ ജുംല ഫിഅലിയ ഇൻഷാഇയ. കാരണം ഇത്തബി എന്നാണ് പറഞ്ഞത് അല്ലേ, അപ്പോൾ ഇൻഷാഇയാണ്. അപ്പോൾ ജുംല ഫിഅലിയ ഇൻഷാഇയ, ഇങ്ങനെ നമ്മൾ പഠിക്കണം.